വലിയ വിദ്യാഭ്യാസ വായ്പയെടുത്ത് അമേരിക്കയിലേക്കും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും പഠിക്കാൻ അയക്കുന്ന മലയാളി രക്ഷിതാക്കളും വിദേശത്ത് പഠിക്കാൻ ഒരുങ്ങുന്ന വിദ്യാർത്ഥികളും ഇക്കാര്യം തീർച്ചയായും അറിഞ്ഞിരിക്കണം. വിദേശത്ത് പഠിക്കാൻ പോകുന്ന എല്ലാവരുടെയും ലക്ഷ്യം അവിടെ തന്നെ സ്ഥിരതാമസമാക്കുക എന്നതല്ല. വിദേശ പഠനം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ഇവിടെ തന്നെ കരിയർ വളർത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി പുതിയ അന്താരാഷ്ട്ര പഠനങ്ങളും റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്കയിലെ മാറിവരുന്ന ഇമിഗ്രേഷൻ നിയമങ്ങളും ജോലി ലഭിക്കുന്നതിലെ മത്സരവും ഉയർന്ന ജീവിത ചെലവും ഇതിന് പ്രധാന കാരണങ്ങളാണ്. എന്തുകൊണ്ടാണ് വിദേശത്ത് പഠിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള ചിന്ത വിദ്യാർത്ഥികളിൽ വർദ്ധിക്കുന്നത്? അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന മലയാളി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ പല വിദ്യാർത്ഥികളുടെയും പ്രധാന ലക്ഷ്യം പഠനം പൂർത്തിയാക്കി അവിടെ ജോലി നേടുക, പിന്നീട് വർക്ക് വിസ നേടുക, ഒടുവിൽ PR അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് നേടുക എന്നതായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം കുറച്ചുകൂടി വ്യത്യാസമാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇമിഗ്രേഷൻ പോളിസികൾ കൂടുതൽ കർശനമാക്കുകയാണ്. അതോടൊപ്പം ജോലി ലഭിക്കുന്നതിലും വിസ സ്പോൺസർഷിപ്പ് നേടിയെടുക്കുന്നതിലും മത്സരം വർദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് പല വിദ്യാർത്ഥികളെയും അവരുടെ ഭാവി പ്ലാൻ വീണ്ടും ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയിൽ പഠിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് F1 സ്റ്റുഡന്റ് സ്റ്റേറ്റസ് നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. പഠനത്തിനിടെ ഇമിഗ്രേഷൻ റൂൾസ് ലംഘിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. സെവിക്സ് റെക്കോർഡ്, യൂണിവേഴ്സിറ്റി സ്റ്റേറ്റസ്, എംപ്ലോയ്മെന്റ് റൂൾസ് തുടങ്ങിയ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. പഠനത്തിനിടെ ജോലി ചെയ്യുമ്പോഴും കൃത്യമായ നിയമങ്ങൾ പാലിക്കണം. അനുമതിയില്ലാതെ ജോലി ചെയ്യുകയോ അനുവദിച്ച പരിധി ലംഘിക്കുകയോ ചെയ്താൽ ഭാവിയിലെ ഇമിഗ്രേഷൻ ബെനിഫിറ്റിനെ അത് ബാധിച്ചേക്കാം. ഇനി പഠനം കഴിഞ്ഞുള്ള കാര്യത്തിലേക്ക് വരാം. അമേരിക്കയിൽ പഠനം പൂർത്തിയാക്കിയാൽ യോഗ്യരായ ചില വിദ്യാർത്ഥികൾക്ക് OPT വഴി ജോലി പരിചയം നേടാൻ അവസരം ലഭിക്കും. STEM മേഖലയിൽ യോഗ്യതയുള്ളവർക്ക് STEM OPT എക്സ്റ്റൻഷൻ വഴി കൂടുതൽ കാലം ജോലി ചെയ്യാൻ സാധിക്കും. എന്നാൽ OPT ലഭിച്ചു എന്നതുകൊണ്ട് ജോലി ഉറപ്പാകില്ല. അതുപോലെ തന്നെ OPT കഴിഞ്ഞാൽ H1B ലഭിക്കുമെന്നും ഉറപ്പില്ല. ഇതാണ് വിദ്യാർത്ഥികൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ഒരു വിദ്യാർത്ഥി അമേരിക്കയിൽ മികച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയാലും പിന്നീട് ജോലി കണ്ടെത്താനും എംപ്ലോയർ സ്പോൺസർഷിപ്പ് നേടാനും മത്സരം നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് ടെക് മേഖലകളിൽ ലേ ഓഫ്, ഹിയറിംഗ് സ്ലോ ഡൗൺ, സ്പോൺസർഷിപ്പ് പോളിസി എന്നിവ വിദ്യാർത്ഥികളുടെ കരിയർ പ്ലാനിങ്ങിനെ ബാധിക്കാം. ഇതിനു പുറമെ അമേരിക്കയിലെ ജീവിത ചെലവും വലിയൊരു വിഷയമാണ്. വാടക, ആരോഗ്യ ഇൻഷുറൻസ്, ഭക്ഷണം, യാത്ര, ട്യൂഷൻ ഫീസ് തുടങ്ങിയ പല ചെലവുകളും ചേർന്നാൽ വിദ്യാർത്ഥികളുടെ സാമ്പത്തിക ബാധ്യത വലിയതാകാം. ഇതിനൊപ്പം ഇന്ത്യയിൽ നിന്ന് എടുത്ത വിദ്യാഭ്യാസ വായ്പയും തിരിച്ചടിയാകുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു കുടുംബം മകനെ അല്ലെങ്കിൽ മകളെ അമേരിക്കയിൽ പഠിപ്പിക്കാൻ വലിയ തുക വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ പഠനം കഴിഞ്ഞ ഉടൻ തന്നെ ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് വിദേശ പഠനത്തിന് മുൻപ് തന്നെ റീപേയ്മെന്റ് പ്ലാൻ തയ്യാറാക്കണം. അമേരിക്കയിൽ പോയാൽ എങ്ങനെയെങ്കിലും ജോലി കിട്ടുമെന്ന പ്രതീക്ഷ മാത്രം വെച്ച് വലിയൊരു ലോൺ എടുക്കുന്നത് അപകടകരമാണ്. ഇനി മറ്റൊരു പ്രധാന മാറ്റമാണ് കരിയർ പ്ലാനിംഗ്. അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന ഇന്റർനാഷണൽ ഡിഗ്രി, വർക്ക് എക്സ്പീരിയൻസ്, പ്രൊഫഷണൽ നെറ്റ്വർക്ക് എന്നിവ ഉപയോഗിച്ച് ഇന്ത്യയിലോ ഗൾഫ് രാജ്യങ്ങളിലോ മികച്ച അവസരങ്ങൾ നേടാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് വിദേശത്ത് പഠിക്കുന്നത് അമേരിക്കയിൽ തന്നെ ജീവിതം തുടങ്ങാനുള്ള ഒരു വഴിയായി മാത്രം കാണേണ്ടതില്ല. അത് ഇന്റർനാഷണൽ എക്സ്പോഷർ നേടാനുള്ള ഒരു അവസരമായും കാണുക. അമേരിക്കയിൽ 2 വർഷമോ 3 വർഷമോ ജോലി ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് നേടിയ ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി മികച്ച കമ്പനികളിൽ ജോലി നേടുക എന്നതും ഒരു നല്ല കരിയർ സ്ട്രാറ്റജി ആക്കാം. ഇനി കേരളത്തിലെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട്. മക്കളെ വിദേശത്ത് പഠിപ്പിക്കാൻ കുടുംബസ്വത്ത് പണയം വെക്കുകയോ വലിയ വിദ്യാഭ്യാസ വായ്പ എടുക്കുകയോ ചെയ്യുന്നതിന് മുൻപ് മുഴുവൻ സാമ്പത്തിക കണക്കും പരിശോധിക്കുക. യൂണിവേഴ്സിറ്റിയുടെ ട്യൂഷൻ ഫീ മാത്രം നോക്കരുത്. അവിടെ താമസിക്കാനുള്ള ചെലവ്, ഇൻഷുറൻസ്, യാത്ര, മറ്റു ഫീസ്, ലോൺ ഇൻട്രസ്റ്റ് എന്നിവയും കണക്കാക്കണം. അതുപോലെ പഠിക്കുന്ന കോഴ്സിന് ജോലി സാധ്യത എത്രത്തോളമാണെന്ന് പരിശോധിക്കണം. യൂണിവേഴ്സിറ്റിയുടെ പേര് മാത്രം നോക്കി കോഴ്സ് തിരഞ്ഞെടുക്കരുത്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിന് അമേരിക്കയിലും ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും തൊഴിൽ സാധ്യത എത്രയാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കുക. ഇനി അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട 4 പ്രധാന കാര്യങ്ങൾ കൂടെ നോക്കാം. ഒന്നാമതായി, കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ജോബ് മാർക്കറ്റ് കൂടി പരിശോധിക്കുക. നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിന് യഥാർത്ഥത്തിൽ ഡിമാൻഡ് ഉണ്ടോ, ഇന്റേൺഷിപ്പ് അവസരങ്ങളുണ്ടോ, ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ജോലി ലഭിക്കാനുള്ള സാധ്യത എങ്ങനെയാണ്, ഇവയെല്ലാം പരിശോധിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക. രണ്ടാമതായി, F1 വിസ റൂൾസ് കൃത്യമായി പാലിക്കുക.
യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ സ്റ്റേറ്റസ് ശരിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സെവിക്സ് റെക്കോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ യൂണിവേഴ്സിറ്റിയുടെ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ഓഫീസുമായി സ്ഥിരമായി ബന്ധപ്പെടുക. മൂന്നാമതായി, വിദ്യാഭ്യാസ വായ്പ എടുക്കുമ്പോൾ റീപേയ്മെന്റ് കപ്പാസിറ്റി കൂടി കണക്കാക്കുക. അമേരിക്കയിൽ ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയാൽ ലോൺ എങ്ങനെ തിരിച്ചടയ്ക്കും? ഇതെല്ലാം മുൻകൂട്ടി ആലോചിക്കണം. നാലാമതായി, പഠനം തുടങ്ങുന്ന ദിവസം മുതൽ തന്നെ കരിയർ നെറ്റ്വർക്കിംഗ് ആരംഭിക്കുക. ലിങ്ക്ഡിൻ, യൂണിവേഴ്സിറ്റി നെറ്റ്വർക്ക്, ഇന്റേൺഷിപ്പ്, പ്രൊഫഷണൽ അസോസിയേഷൻ എന്നിവ പ്രയോജനപ്പെടുത്തുക. ഗ്രാജുവേഷൻ കഴിഞ്ഞ് ജോലി അന്വേഷിക്കാൻ തുടങ്ങുന്നതിന് പകരം പഠിക്കുന്ന സമയത്ത് തന്നെ ഇൻഡസ്ട്രി കോണ്ടാക്ട്സ് ഉണ്ടാക്കുക. അവസാനമായി ഒരു കാര്യം, വിദേശത്ത് പഠിക്കുന്നത് മോശം തീരുമാനമല്ല. അതുപോലെ വിദേശത്ത് പഠിച്ചാൽ അവിടെ തന്നെ സ്ഥിരതാമസമാക്കണമെന്ന നിർബന്ധവും ഇല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ല സമീപനം പ്ലാൻ ബി കൂടി തയ്യാറാക്കുക എന്നതാണ്. അമേരിക്കയിൽ ജോലി കിട്ടിയാൽ എന്ത് ചെയ്യും? H1B ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? തിരിച്ചെത്തേണ്ടി വന്നാൽ ഇന്ത്യയിൽ എന്ത് കരിയർ അവസരങ്ങളുണ്ട്? ഗൾഫ് രാജ്യങ്ങളിൽ അവസരങ്ങൾ ഉണ്ടോ? ഇതെല്ലാം മുൻകൂട്ടി പരിശോധിച്ചാൽ വിദേശ പഠനം ഒരു വലിയ സാമ്പത്തിക അപകടമായി മാറാതെ മികച്ച കരിയർ ഇൻവെസ്റ്റ്മെന്റ് ആക്കാൻ കഴിയും. അതുകൊണ്ട് മക്കളെ വിദേശത്ത് പഠിപ്പിക്കാൻ ഒരുങ്ങുന്ന രക്ഷിതാക്കളും വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളും ഒരു കാര്യം കൂടെ ഓർക്കുക. വിദേശ വിദ്യാഭ്യാസം എന്നത് PR അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് നേടാനുള്ള ഒരു ഷോർട്ട് കട്ട് അല്ല. അത് മികച്ച വിദ്യാഭ്യാസവും അന്താരാഷ്ട്ര എക്സ്പോഷറും പ്രൊഫഷണൽ എക്സ്പീരിയൻസും നേടാനുള്ള ഒരു അവസരമാണ്. ആ അവസരം എങ്ങനെ ഉപയോഗിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അമേരിക്ക, കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ സ്റ്റുഡന്റ് വിസ, വർക്ക് പെർമിറ്റ്, ഇമിഗ്രേഷൻ, ജോബ് മാർക്കറ്റ് തുടങ്ങിയ ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യുക.